എറണാകുളം തിരുവാണിയൂരിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ കേസിൽ അങ്കണവാടി ടീച്ചറിൻ്റെ മൊഴിയെടുക്കുമെന്നറിയുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന് കുട്ടി ടീച്ചറോട് പലപ്പോഴും പറഞ്ഞിരുന്നു. മൂത്രാശയ രോഗമായിരിക്കുമെന്നാണ് ടീച്ചർ ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ ഒരു തരത്തിലുള്ള വേദനയും കുട്ടി തന്നോട് പങ്കുവച്ചിട്ടില്ല എന്നാണ് അങ്കണവാടി ടീച്ചർ പ്രതികരിക്കുന്നത്. ശ്യാംകുമാർ ചേരുന്നു. പറയൂ ശ്യാം. ഇനി മരണമുണ്ടായ ശേഷം കുട്ടി ഈ വിവരം, ഈ ലൈംഗിക അതിക്രമം ഉണ്ടായ വിവരം ആരോടെങ്കിലും പങ്കുവച്ചിരുന്നു എന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് പോലീസിനോട് പരിസരവാസികളായ ചിലർ അംഗനവാടി ടീച്ചർ തങ്ങളോട് ഈ കുട്ടി സ്ഥിരമായി സ്വകാര്യ ഭാഗങ്ങളിൽ വേദന ഉണ്ട്, വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറയുമായിരുന്നു എന്ന് പറഞ്ഞതായി പോലീസിന് വിവരം നൽകുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അംഗനവാടി ടീച്ചറോട് ഈ വിവരങ്ങൾ ചോദിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അംഗനവാടി ടീച്ചറിന്റെ മൊഴി രേഖപ്പെടുത്തും. അംഗനവാടി ടീച്ചർ അത് കുട്ടിയുടെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മൂത്രാശയ പ്രശ്നങ്ങളായിരിക്കാം, അത് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നതായും ഈ ടീച്ചർ പറഞ്ഞിരുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ടീച്ചർ തന്നെ പറയുന്നത് അത്തരത്തിൽ ഒരു പ്രശ്നവും തന്നോട് ഈ കുട്ടി പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതിലൊരു വ്യക്തത നേടുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അംഗനവാടി ടീച്ചർ നമ്മോട് പ്രതികരിച്ചു. അവരുടെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല. അപ്പോൾ ഇല്ല, സംഭവം നടന്ന ദിവസം ഞാനാണ് ഉണ്ടായിരുന്നു കുട്ടിയുടെ കൂടെ. നമ്മൾ സാധാരണ പോലെ തന്നെ അംഗൻവാടിയിൽ ഓരോ പ്രവർത്തനം കഴിച്ചത് എല്ലാത്തിനും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. കാരണം അത് സീനിയറായിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം 5 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒരുവിധം സ്കൂളിലോട്ട് പോകാൻ പാകമായ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരും, തിരിച്ചങ്ങോട്ട് ഓടിപ്പോകില്ല. കാരണം സ്കൂളിലേക്ക് പോകാൻ ഒരു പ്രാപ്തിയായ കുട്ടികളാണ്. അപ്പോൾ അത് ഒരു കാര്യങ്ങളും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ഇടയിൽ കളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലാതെ വേറെ ഒരു ഭാവവും കുട്ടിയിലില്ല. നമുക്കങ്ങനെ ഒരു സംശയം തോന്നത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടി എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, സന്തോഷമുള്ളൊരു മുഖത്തോടെയുള്ള കുട്ടിയാണ്. YS അഭിനന്ദാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഈ ടീച്ചറുടെ പ്രതികരണം എടുത്ത അഭിനന്ദാണ്. അഭിനന്ദ്, പറയൂ. കുട്ടി പഠിച്ചിരുന്ന അംഗൻവാടിയുടെ ടീച്ചറുടെ പ്രതികരണമാണ് കണ്ടത്. അല്പസമയം മുമ്പാണ് പ്രദേശവാസികളുടെ മൊഴി വന്നത്. അംഗൻവാടി ടീച്ചറിനോട് ഈ വിവരം കുട്ടി പങ്കുവച്ചിരുന്നു എന്നതായിരുന്നു മൊഴി. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളാണ്, ഡോക്ടറെ കാണിക്കണമെന്ന് വീട്ടുകാരോട് നിർദ്ദേശിച്ചതായും മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് അംഗൻവാടി ടീച്ചറുടെ പ്രതികരണം നമ്മളെടുത്തത്. ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും നിശ്ചയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നോട് പറഞ്ഞിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദിനംതോറുമുള്ള പ്രവൃത്തികൾക്കായിട്ട് അംഗൻവാടിയിൽ എത്തിയിട്ടുള്ളത്. അമ്മയും ഇത്തരത്തിലേക്ക് ഒരു ആശങ്കയും പങ്കുവച്ചിരുന്നില്ല. ബന്ധുക്കളെ ആരും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല എന്നും അംഗൻവാടി ടീച്ചർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ബന്ധു അടക്കം ഈ അംഗൻവാടിയിലേക്ക് നിരന്തരമായി കുട്ടിയെ കൊണ്ടുവിട്ടിരുന്നു. ആ സമയത്ത് പോലും തനിക്ക് ഇത്തരത്തിലേക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നും അംഗൻവാടി ടീച്ചർ വ്യക്തമാക്കുകയാണ്. ഈ കുട്ടിയുടെ ഗ്രാമം ആകമാനം ഇപ്പോൾ വലിയൊരു അത്ഭുതത്തിലാണ്, നടുക്കത്തിലാണ്. ഇന്നലെ മാധ്യമങ്ങളിലൂടെയാണ് അവരൊക്കെ ഈ വാർത്ത അറിയുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഈ പ്രതി ഇത്തരത്തിലേക്ക് ഈ കുട്ടിയെ ഇങ്ങനെ നിഷ്ക്രൂരമായി ഇത്തരത്തിലേക്ക് പീഡനത്തിന് ഇരയാക്കിയോ എന്നടക്കമുള്ള സംശയം ഇപ്പോഴും അവരുടെ മുന്നിലുണ്ട്. കുടുംബം വലിയ ഞെട്ടലിലാണുള്ളത്. കുടുംബത്തിന്റെ പ്രതികരണം ആരായാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പോൾ വീട്ടിനകത്ത് ഇരിക്കുകയാണ്. ആരും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. കുട്ടിയുടെ അച്ഛനും വലിയ സങ്കടത്തിനാണുള്ളത്. അവർ ഇന്നലെ മുതൽ തുടങ്ങിയ കരച്ചിൽ ഇപ്പോഴും അവസാനിച്ചില്ല. എന്തായാലും വലിയ നടുക്കത്തിലാണ് കുട്ടിയുടെ ഗ്രാമം എന്നതാണ് അംഗൻവാടി ടീച്ചറിൻ്റെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. SKN.